ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ഒപ്പം മകന് സർക്കാർ ജോലി നൽകും എന്ന തീരുമാനം കൂടി മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉയർന്നാണ്. ആദ്യം അതേ മെഡിക്കൽ കോളേജിൽ തന്നെ താൽക്കാലിക ജോലി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വൈകാരിക പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ആ കുടുംബത്തിന് വലിയ കരുതലായി സർക്കാർ ഉണ്ട് എന്നത് വലിയ ആശ്വാസമാണ്. 10 ലക്ഷം രൂപയുടെ ധനസഹായം, ഒപ്പം മകന് ജോലി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മകൻ്റെ ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ വരുമ്പോഴാണ് ബിന്ദു മരിച്ചത് എന്നത് ഏറ്റവും സങ്കടകരമായി അന്ന് നമ്മൾ കേട്ടതാണ്. അവരുടെ ആ ഒരു പ്രതികരണങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ്. പിന്നീട് ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുടുംബമാണ്. അധ്വാനിച്ച് അന്നത്തെ വാർത്തകളൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. 300 രൂപയ്ക്ക് ദിവസം പണിയെടുത്തതിൽ 250 രൂപയും കുടുംബത്തിന് 2 മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഒരാളെ എഞ്ചിനീയറിംഗിനും ഒരാളെ നഴ്സിംഗിനും പഠിപ്പിക്കാൻ വേണ്ടി ഒരു അമ്മ കഠിനാധ്വാനം ചെയ്യുന്ന ആ അമ്മയാണ് കുടുംബത്തിന്റെ നട്ടല്, അവരാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നിലവിളിക്കുന്ന, എന്ന് സങ്കടപ്പെടുന്ന, എന്ന് വിഷമിക്കുന്ന ഒരു കുടുംബത്തെയാണ് കണ്ടത്. ആ കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 10 ലക്ഷം രൂപ ധനസഹായം നൽകും, മകന് ജോലിയും നൽകും. ഒരു പണവും നഷ്ടപ്പെട്ടു പോയ ജീവന് പരിഹാരമല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് അതുമാത്രമാണ്. അത് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ചെയ്യാൻ കഴിയുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുണ്ട്. മാർഷൽ, വളരെ ഉചിതമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ സങ്കട കാഴ്ചകൾക്ക് ഒരു ചെറിയ അളവിൽ ഒരു ആശ്വാസത്തിന്റെ ഒരു സ്പർശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നു. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ഇന്ന് ഓൺലൈനിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് അതിലടിപ്പെട്ട് മരണപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശ്രിത നിയമനത്തിൻ്റെ ഭാഗമായിട്ട് മകന് ജോലി നൽകുക എന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. സർക്കാർ ജോലി, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ചുള്ള സർക്കാർ ജോലി നൽകുന്ന കാര്യവും പരിഗണിക്കാനാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് തന്നെ മന്ത്രിമാരെത്തുമ്പോൾ തന്നെ ഉറപ്പ് നൽകിയിരുന്നു, വേണ്ട രീതിയിൽ പരിഗണിക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളതായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ദിവിഷ്.